ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കിടിലം ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ബാക്കി വന്ന ഇറച്ചിക്കറി കൊണ്ട് അതിലുള്ള ഇറച്ചി എടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പറയുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി, ബാക്കി വന്ന ഇറച്ചിക്കറി നല്ലപോലെ നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ഇങ്ങനെ പിച്ചിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതേപോലെ ഞാനിതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ പച്ചമുളക് കീറിയതും, പിന്നെ 2-3 കറിവേപ്പിലയും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇടുമ്പോൾ പറയാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ട്, അതും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഇനി ബാക്കി വന്ന ഇറച്ചിക്കറി കളയരുത്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് 100% പറയുന്നതാണ്. ഞാനിത് ഉണ്ടാക്കി ട്രൈ ചെയ്തതാണ്. ഞങ്ങൾക്ക് ഇറച്ചിക്കറി ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെയാണ് ചെയ്ത് കഴിക്കുന്നത്. ഇത് മാത്രം മതി ചോറിനാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന്, ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സബോളയാണ്. അപ്പോൾ നമുക്ക് സബോള ആദ്യം നന്നായി മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം നന്നായി മൂപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സബോള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇതിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു തുണ്ട് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇച്ചിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് നന്നായി ഫ്രൈ ചെയ്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ എത്രയ്ക്ക് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുന്നതോ അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആവും ഇതിന്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചി ബാക്കി വന്ന ആരും ഇനി കളയണ്ട. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് കഴിക്കുക. പിന്നെ ഇതേപോലെ ചിക്കനാണെങ്കിലും ശരി, ബീഫാണെങ്കിലും
നമുക്ക് എന്തായാലും നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.